തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അത്ഭുതത്തിലേക്കാണ്. തമിഴ്നാട്ടിൽ ടി.വി.കെ സഖ്യം അത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് വരുന്നു. വിജയ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് MLA-മാർ വിജയെ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ന് 3:30 വിജയ് ഗവർണറെ കാണും എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. സത്യപ്രതിജ്ഞയുടെ സമയം വൈകിട്ട് പ്രഖ്യാപിക്കും. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, 108 സീറ്റുകൾ വിജയിച്ചു. അതിൽ വിജയ് മത്സരിച്ച 2 സീറ്റ്, 1 രാജിവെച്ചാൽ 107 ഉണ്ട്. അപ്പോൾ 10-11 സീറ്റിന്റെ ആവശ്യം കൂടിയുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെ ആരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കുന്നു? കോൺഗ്രസ് ഏത് നിലയിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? DMKയുടെ പ്രതികരണം എങ്ങനെയാണ്? കോൺഗ്രസിന്റെ 5 MLA-മാർ വിജയുടെ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാകുമ്പോൾ 112 പേരുടെ പിന്തുണ. ഇനി 6 MLA-മാരുടെ പിന്തുണ ലഭിച്ചാൽ വിജയ്ക്ക് സുന്ദരമായി ഭരിക്കാൻ കഴിയും. അത് CPM, CPI, VCK എന്നീ DMK സഖ്യകക്ഷികളുടെ പുറത്തു നിന്നുള്ള പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലഭിക്കുമെന്ന് തന്നെ വിജയ് ഇപ്പോഴും കരുതുന്നു. അതുകൂടി കണക്കാക്കിയാണ് CPIയും CPIയുമായി VCKയുമായി സംസാരിച്ചത്. അത് ഏതാണ്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് വിവരം. വൈകിട്ട് 3:30 അതായത് 1 മണിക്കൂറിനപ്പുറം വിജയ് ഗവർണറെ നേരിട്ട് പോയി കാണും. അതിനുശേഷം അദ്ദേഹത്തോട് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും 5 മണിക്കകം തന്നെ സമയം പ്രഖ്യാപിക്കുകയും ചെയ്യും. നാളെ രാവിലെ 11:30 ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാകും സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോഴത്തെ വിവരം. അവിടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയോടുകൂടി തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഒരു വിഷയം കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്ന് DMK പറയുന്നുണ്ട്. DMK പലതരത്തിലും സംസ്ഥാനത്ത് സീറ്റുകൾ കുറവാണ് കൊടുക്കുന്നതെങ്കിലും ലോക്സഭാ സീറ്റുകൾ കാര്യമായി കോൺഗ്രസിന് നൽകാറുണ്ട്. 10 സീറ്റ് നൽകി. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം TVKയുമായി തമിഴ്നാട്ടിൽ സഖ്യം തുടരും എന്നുള്ളതാണ്. അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKക്കൊപ്പം ഒപ്പമായിരിക്കില്ല കോൺഗ്രസ് മത്സരിക്കുക, TVKയുമായി ഒപ്പമായിരിക്കും. അത് കുറച്ചുകൂടി ഒരുപക്ഷെ 10-15 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയായിരിക്കും കോൺഗ്രസ് അവിടെ കാണുന്നത്. എന്തായാലും കോൺഗ്രസ് ചടുലമായ നീക്കം നടത്തി പിടിച്ചു നിൽക്കുന്നു. മറ്റ് പാർട്ടികൾ എന്ത് തീരുമാനിക്കുമെന്നാണ് ഇനിയത്തെ മണിക്കൂറുകളിൽ നമുക്കറിയാം. ADMK നിലംപരിശാവും നാമാവശേഷമാകും. ADMK എന്നത് ചരിത്രമാകും. അങ്ങനെ ജനപതിയാണല്ലോ പൊതുവിൽ നിരീക്ഷകരൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ അല്പം നില മെച്ചപ്പെടുത്താൻ ADMKയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് എന്ന ഉറപ്പുകൂടി ഉള്ളതിന്റെ ഭാഗമാണോ വിജയ്ക്കുള്ള പിന്തുണയും? ആദ്യം ADMKയെ കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരിടുന്നത് ആ പാർട്ടിയാണ്. കാരണം 5 വർഷം ഭരണത്തിന് പുറത്തായിരുന്നു. ഇനിയും 5 വർഷം ഭരണത്തിന് പുറത്തിരിക്കുകയും TVK അടുത്ത ഒരു 5 വർഷം കൂടി ഭരണം തുടരുകയും ചെയ്താൽ DMKയ്ക്കൊപ്പമുള്ള നേതാക്കളുടെ കാര്യം പരുങ്ങലിലാവും. ആശയത്തിനപ്പുറത്തേക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ വെച്ച് അധികാരമൊക്കെ വേണമെന്ന നിലയിൽ പ്രവർത്തനം നടത്തുന്ന ഒട്ടേറെ നേതാക്കളുണ്ട്. ഒട്ടേറെ എന്നാണ് ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയല്ല. ആ ഒട്ടേറെ നേതാക്കൾക്ക് അധികാരമില്ലാതെ ഒരുപാട് കാലം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ DMKയിൽ പ്രശ്നമുണ്ട്. DMKയിലെ 42 MLA-മാർ വിജയെ പിന്തുണയ്ക്കണം എന്ന നിലപാടെടുക്കുന്നു. അവർ പാർട്ടി നേതൃത്വത്തോട് പുറത്തുനിന്ന് പിന്തുണയ്ക്കണമെന്ന ആവശ്യം പറയുന്നുണ്ട്. എന്നാൽ ചിലർ TVKക്കൊപ്പം പോകും എന്ന നിലപാട് സ്വീകരിക്കുമെന്ന് അറിയുന്നു. അക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരാഴ്ചക്കകം തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന വിവരമുണ്ട്. അതായത് DMK വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, കോൺഗ്രസിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് അങ്ങനെ ഒരു ഓഫർ ഉണ്ടോ വിജയുടെ ഭാഗത്ത് നിന്ന്? അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? വിജയെ സംബന്ധിച്ച് സംസ്ഥാന രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വിജയെ സംബന്ധിച്ച് മാത്രമല്ല, DMKയും DMKയും ഒക്കെ കഴിഞ്ഞ കാലത്തൊക്കെ സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്ത് ഞങ്ങളെ സേഫ് ആക്കണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കണം, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കണം, മന്ത്രിസ്ഥാനം പോലും തരില്ല. എന്നാൽ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് സീറ്റ് തന്നോളാം. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് വിജയിക്കില്ല, ഒരു നിയമസഭാ സീറ്റിലും വിജയിക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഇപ്പോഴില്ല. എന്നാൽ അവിടെ DMKയോടൊപ്പം നിൽക്കുന്നു എന്നതാണ് അവർക്ക് ഗുണമാവുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് കഴിഞ്ഞ തവണ അവർക്ക് കൊടുത്തിരുന്നു, പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റ്. അപ്പോൾ അത്ര വലിയ പരിഗണന DMKയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 10-ലധികം സീറ്റുകൾ, ഒരുപക്ഷെ 15 സീറ്റുകൾ ഭാവി ചർച്ചകളിൽ കോൺഗ്രസ് ചോദിക്കുമായിരിക്കും. TVK അത് അംഗീകരിക്കാനും തയ്യാറായിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ശരി, കോൺഗ്രസ് MLA-മാർ വിജയെ കണ്ട് പിന്തുണ അറിയിക്കുകയാണ്. തമിഴ്നാട്ടിൽ വിജയുടെ അത്ഭുതകരമായ വലിയ മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റത്തിൽ തീർച്ചയായും ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്ക് എത്തുകയാണ്, പിന്തുണ ഉറപ്പിക്കുകയാണ്. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.